ഹലോ. അപ്പോൾ വീണ്ടും നമ്മൾ RPF-ൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളോട് ഒന്നും കൂടെ പറയുകയാണ്, നമ്മൾ RPF-ൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. അതിലിപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ ക്ലാസ്സസ് ദിശ ആർമി എക്സാം എന്ന് പറയുന്ന ചാനലിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി അതൊന്ന് കാണുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ മൂന്നാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഓൾറെഡി 2 സെറ്റ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്പീഡിൽ 10 ക്വസ്റ്റ്യൻസ് പടപടപടാന്ന് ചെയ്യാണ്. അപ്പോൾ ഒരു അരമണിക്കൂറിൽ കുറവുള്ളൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ കൃത്യമായിട്ടുള്ള മെത്തേഡ് ഇല്ലാത്ത ആളാണെങ്കിൽ വീഡിയോ കാണുക, എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മെത്തേഡ് ഉണ്ടെങ്കിൽ 10 ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക, പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഇത് മാത്രം ചെയ്താൽ മതി. കൂടുതലായിട്ട് നിങ്ങൾ സമയം ഇവിടെ ചിലവാക്കാൻ പാടില്ല. ബാക്കി സമയം നിങ്ങൾ പോയിട്ട് GK പഠിക്കണം, സബ്ജക്റ്റ് വൈസ് ആയിട്ട് GK പഠിക്കണം, റീസണിങ് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് വേണ്ടത്. അപ്പോൾ ഇത് മറന്നു പോകാതെ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഇതൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുമോ നോക്കാം. നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എന്തെങ്കിലും പ്രധാനപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്തിട്ട് പോവാം. ഓക്കെ എന്താ പറയുന്നത്? ഓക്കെ, 72 സെക്കൻഡ് 50 സെക്കൻഡ് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ കഴിഞ്ഞ വീഡിയോ കൂടെ കണ്ടു നോക്കുക. അതിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് 72 സെക്കൻഡ് 50 സെക്കൻഡിൻ്റെ ഒരു പ്രോബ്ലം. അതിൽ പറയുന്നത് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഒരു അലാറം ക്ലോക്ക് എത്ര സെക്കൻഡിലാണ്? എന്താ ഇങ്ങനെ? ഓക്കെ, ഒരു അലാറം ക്ലോക്ക് 72 സെക്കൻഡിലടിക്കും. വേറൊരു അലാറം ക്ലോക്ക് 50 സെക്കൻഡ്സിൽ റിങ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈ അലാറം ക്ലോക്ക് 72 സെക്കൻഡ് കഴിയുമ്പോഴാണ് അടിക്കുക. അടുത്ത അലാറം ക്ലോക്ക് 50 സെക്കൻഡ് കഴിയുമ്പോഴാണ് അടിക്കുക. എൻ്റെ 2 ഫോണുണ്ട് എൻ്റെ കയ്യിൽ. 2 ഫോണിലും അലാറം ഇങ്ങനെ മാറി മാറി അടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മണി, ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. എടാ, ഇത് 72 സെക്കൻഡിലടിക്കും, പിന്നെ ഇത് 144 സെക്കൻഡിലടിക്കും. ഇതോ 50 സെക്കൻഡിൽ അടിച്ചാൽ പിന്നെ 100 സെക്കൻഡിലടിക്കും. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവരെപ്പോഴാണ് ഈ ഒരുമിച്ച് അടിക്കുക? 2 ഫോണിൽ നിന്ന് ഒരുമിച്ച് നിങ്ങൾക്ക് എപ്പോഴാണ് സൗണ്ട് കഴിക്കുക? ഇതാണ് ചോദ്യം. സമയത്തിനെ പറ്റിയുള്ള ചോദ്യമാണ്. അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആരെയാ? LCM ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 72ൻ്റെയും 50ൻ്റെയും LCM കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ LCM കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഞാൻ ഫാക്ടറൈസേഷൻ മെത്തേഡ് നിങ്ങൾക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം. 72നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 72 എന്ന് പറഞ്ഞാൽ 9 × 8 ആണ്. 9നെ 8നെയും പ്രൈം ആക്കിയേ. 9ൻ്റെ പ്രൈം ആരാ? 3² ആണ്. 8ൻ്റെ പ്രൈം ആരാ? 2³ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാക്ടറൈസ് ചെയ്ത മെത്തേഡ്. ഇവിടെ വരുമ്പോഴോ ഫാക്ടറൈസ് കഴിഞ്ഞാൽ 2 × 5 × 5 എന്നാവും. ഇതെല്ലാം പ്രൈം നമ്പറായി. 5 × 5 എഴുതണ്ട, നമുക്ക് 5² എന്ന് എഴുതാം. 2 × 5². എല്ലാം ഫാക്ടേഴ്സായി, പ്രൈം ഫാക്ടേഴ്സായി. ഇനി ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? LCM ഈക്വൽ ടു ഇതിൽ ഏതൊക്കെ പ്രൈം നമ്പർ ഉണ്ട്? 3 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്. ഇവിടെ 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്. 3 × 2 × 5. 3ൻ്റെ ഏറ്റവും വലിയ പവർ ആരാ? സ്ക്വയർ. 2ൻ്റെ ഏറ്റവും വലിയ പവർ ക്യൂബ്, 5ൻ്റെത് സ്ക്വയർ. അപ്പോൾ 3ന് സ്ക്വയർ, 2ൻ്റെത് ക്യൂബ്, 5ൻ്റെത് സ്ക്വയർ. ഇതാണ് നിങ്ങൾ LCM എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കഴിഞ്ഞ വീഡിയോ ഒന്ന് പോയി കാണണം കേട്ടോ. ഈ ഒരു ഐഡിയ മനസ്സിലാവാത്തവർ കഴിഞ്ഞ വീഡിയോ പോയി കാണണം. ഓക്കെ, ഈക്വൽ ടു സോൾവ് ചെയ്ത് എത്ര കിട്ടും? 9 × 8 72 × 25. 72 × 25 എന്ന് പറയുമ്പോൾ എത്രടാ? 72 × 25. അപ്പോൾ 1800 എന്ന് കിട്ടും അല്ലേ? 1800 സെക്കൻഡ് എന്ന് കിട്ടും. 1800 സെക്കൻഡ്. 1800 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 1800 സെക്കൻഡ് ഈക്വൽ ടു 1800/60 മിനിറ്റ്. നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 30 മിനിറ്റ് കഴിയുമ്പോഴാണ് ഈ 2 ബെല്ല് ഒരുമിച്ച്, അല്ലെങ്കിൽ ഈ 2 അലാറം ഒരുമിച്ച് ഇറങ്ങിയ. 12 മണിക്കാണ് ഇവർ ഒരുമിച്ച് ആദ്യം ഇറങ്ങിയത്. 12 noon-നാണ് ഇറങ്ങിയത്. ഇനി എപ്പോൾ ഇറങ്ങിയും? അടുത്ത 30 മിനിറ്റ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 12:30 PM-ന് ഇവരൊന്നും കൂടെ ഇറങ്ങിയും. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒന്ന് എടുത്ത് മനസ്സിലാക്കി ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. നമുക്ക് ഒരുപാട് സമയം കളയണ്ട, നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡിലാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം റെഡി. എന്താ പറയുന്നത്? ഒരു ആർമി കണ്ടീജന്റ് ഉണ്ട്. അവിടെ 616 മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ആർമി ബാൻഡ് ഉണ്ട്. അവിടെ 32 മെമ്പേഴ്സ് ഉണ്ട്. ഇവർ രണ്ടുപേരും പരേഡ് ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പോൾ ആർമിയിൽ പരേഡ് നടക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ദ 2 groups ആർ ടു മാർച്ച് ഇൻ ദ സെയിം നമ്പർ ഓഫ് കോളംസ്. നമ്മൾ സ്കൂളിലൊക്കെ പരേഡ് പോലെ. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഇൻ വിച്ച് ദേ ക്യാൻ വാക്ക്? ഈ ചോദ്യത്തിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു ആർമി ബാൻഡ് ഉണ്ട്. ബാൻഡിൽ 32 ആൾക്കാരുണ്ട്. ആ 32 ആൾക്കാർ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുമല്ലോ. അങ്ങനെ വരിയായിട്ട് 32 ആൾക്കാർ നിൽക്കണം. അതുപോലെ തന്നെ ആ വരിയുടെ പിന്നിലായിട്ട് 616 ആൾക്കാരും നിൽക്കണം.
ഓക്കെ, രണ്ട് പേരുടെയും വരിയുടെ എണ്ണം സെയിം ആയിരിക്കണം. അതായത് മുന്നിലുള്ള ബാൻഡിന്റെ അതേ വരിയായിരിക്കണം ബാക്കിൽ നിൽക്കുന്ന ഈ മുഴുവൻ പട്ടാളക്കാർക്കും ഉണ്ടാവേണ്ടത്. ഇനിയോ പട്ടാളക്കാർ എല്ലാ വരിയിലും ഒരേപോലെ പട്ടാളക്കാരുണ്ടാവണം. അതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 32 ആൾക്കാരെ നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, 32 പേരെയും ഇങ്ങനെ നിരത്തി നിർത്താം. ഫ്രണ്ടിലത്തെ നമ്മുടെ വരീൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു ബാൻഡിന്റെ ഒരാൾ, ബാൻഡ് കൊട്ടുന്ന ഒരാൾ ഏറ്റവും ഫ്രണ്ടിൽ, അങ്ങനെ 32 പേരെ നിങ്ങൾക്ക് നിരത്തി നിർത്താം. അപ്പം 32 വരിയായി. ആ 32 വരിയിലും 616 ആൾക്കാരെ നിർത്തുക. എല്ലാ വരിയിലും ഒരുപോലെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 32 വരി ഉണ്ടാക്കാം. ഇതാണ് കൺസെപ്റ്റ്. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ വരി ഏതാണെന്ന ചോദ്യം. ഇവിടെ ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. 16, 8, 12, 24. ഓക്കെ, ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയടാ, നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടത്. നിങ്ങൾ ഇത്രയും മാത്രം ചെയ്യാം. 32 ആൾക്കാരുണ്ട്. ഇവരെ എത്ര വരിയിൽ നിർത്തിയാൽ ഒരേപോലെ കിട്ടും? ഇവർ 16 വരിയിൽ നിർത്തിയ ഒരു വരിയിൽ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ 16 വരി ഉണ്ടെങ്കിൽ ഒരു വരിയിൽ 2 പേരുണ്ടാവും. 616/16 നിങ്ങൾ ചെയ്ത് നോക്ക്. ഒരു വരിയിൽ എത്ര ആളുണ്ട് നോക്ക്. ഓക്കെ, അവിടെ റിമൈൻഡർ എന്തെങ്കിലും ഉണ്ടോ നോക്ക്. ആർക്കെങ്കിലും നിൽക്കാൻ പറ്റാതെ, വരിയിലൊന്നും നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ ഒന്നും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ പ്രശ്നം വരാത്ത ഒരു നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് നിങ്ങൾ ആൻസർ. അതായത് 616 ആൾക്കാർ നിൽക്കുമ്പോഴും 32 ആൾക്കാർ നിൽക്കുമ്പോഴും പ്രശ്നമില്ല, ഒരാൾ പോലും എക്സ്ട്രാ ആവാത്ത വരി. ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ ചെയ്യുക? ഇവിടെ ചെയ്യാൻ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ നമ്പറുകളുടെ HCF കണ്ടുപിടിക്കുക. ഏത് നമ്പറുകളുടെ? 16ന്റെയും 16 32ന്റെയും അതുപോലെ തന്നെ 616ന്റെയും. ഓക്കെ, പല വഴികളുണ്ട്. നമ്മൾ ഡിവിഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെത്തേഡിൽ കണ്ടുപിടിക്കുക. 616 അതുപോലെ തന്നെ 32 നിങ്ങൾ HCF കണ്ടുപിടിക്കും. നിങ്ങൾക്ക് 8 കിട്ടും. അതായത് 8 വരിയായിട്ട് ഇവരെ നിർത്താൻ പറ്റുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് 8 കിട്ടിയിട്ടുണ്ട്. സമയമില്ല, കുറച്ചും കൂടെ സ്പീഡിൽ പോകണം. പറഞ്ഞോ. ഇവിടെ എന്താ പറയുന്നത്? റെക്ടാങ്കുലർ കോർട്ട്യാർഡ് 1017 ഫീറ്റ് ലോങ്, 1002 ഫീറ്റ് വൈഡ്. ചോദ്യം നന്നായിട്ട് വായിക്കുക. ഇനി മലയാളത്തിൽ എക്സാം എഴുതുന്നവർ ശ്രദ്ധിക്കുക. ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ്. നമ്മളൊരു മുറ്റമുണ്ട്. ആ മുറ്റത്തിന്റെ നീളം 1017 അടി, വീതി 1002 അടിയുമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ടൈൽസ് ഇടണം. ടൈൽസിന്റെ പ്രത്യേകത സ്ക്വയർ ടൈൽസ് ആയിരിക്കണം. അതായത് ഞാൻ ഒരു മുറ്റം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ മുഴുവൻ നിങ്ങൾ സ്ക്വയർ ടൈൽസ് ഇടണം. ഒരേപോലത്തെ സ്ക്വയർ ടൈൽസ് ഇങ്ങനെ ഇടണം. ഇവിടുത്തെ നീളം 1017 ഫീറ്റ് ആണ്, വീതി 1002 ഫീറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇടുമ്പോഴും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ടൈൽ ഇടാൻ പറ്റണം. താഴേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ടൈൽ കറക്റ്റ് ഇടാൻ പറ്റണം. അതായത് ടൈൽ നിങ്ങൾ എന്ത് ചെയ്ത് പോകരുത്, നമ്മളെ വീട്ടിലൊക്കെ ഇടുന്ന പോലെ കട്ട് ചെയ്ത് പോകരുത്. തികയാണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയ സ്പേസ് ഒന്നും ഇവിടെ ബാക്കി വരാൻ പാടില്ല. നിങ്ങൾ ഇടുന്ന ടൈല് കറക്റ്റായിട്ട് ഇടാൻ പറ്റണം. അപ്പോൾ കുറേ ഓപ്ഷൻ ഉണ്ടല്ലോ. നിങ്ങൾ ആദ്യം ഇപ്പോൾ 3 എന്ന് പറയുന്ന ഓപ്ഷൻ, 3 മീറ്ററിന്റെ ടൈല് ഇടാൻ പറ്റുമോ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1002/3 കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, ശിഷ്ടം വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ 3 മീറ്ററിന്റെ ടൈലിട്ട് അവിടെ നിറച്ചു വിടാൻ പറ്റും. എവിടെയും സ്പേസ് ബാക്കി വരില്ല. 1017/3 ഇതും കറക്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടുന്നുണ്ട്. ശിഷ്ടം 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെയും കറക്റ്റായിട്ട് ടൈൽ ഇടാം, സ്പേസ് ഒന്നും ബാക്കി വരുന്നില്ല. അപ്പൊ അങ്ങനെ ഇടാൻ പറ്റുന്ന ഏറ്റവും വലിയ ടൈൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിന് നമ്മൾ പഠിച്ച പേരാണെന്ത്? HCF. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? HCF കണ്ടുപിടിക്കണം. ആരുടെയൊക്കെ? 1017ന്റെയും 1002ന്റെയും. ഓക്കെ, അപ്പൊ HCF കണ്ടുപിടിക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്ത് തന്നെയാണ്? നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത് തന്നെയാണ്. 1017 അതിനെ 12 വെച്ച് ഹരിക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ ശിഷ്ടം വരും. 12 ഒരു ഇരട്ട സംഖ്യ, ഇത് ഒറ്റ സംഖ്യ. നിങ്ങൾ ഹരിച്ചാൽ എന്തായാലും ശിഷ്ടം വരും. അപ്പോൾ 12 ഒരു പോസിബിൾ ഓപ്ഷൻ അല്ല. ഇനി 6 പോസിബിൾ ആവുമോ? 1017 നിങ്ങൾ 6 മീറ്ററുള്ള ടൈലിട്ട് അവിടെ എന്തായാലും ശിഷ്ടം വരും. ഒറ്റ സംഖ്യ അല്ലേ ഇത്? 6 മീറ്ററുള്ള ടൈൽ, 6 അടിയുള്ള ടൈലാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. 6 മീറ്റർ എന്നാണ് അവിടെ ഉള്ളത് അല്ലേ? മീറ്റർ അല്ല, ആൻസർ ഫീറ്റിലാട്ടോ വരിക. ഫീറ്റ്. ഓക്കെ, 6 ഫീറ്റുള്ള ടൈലാണെങ്കിലോ പറ്റൂല. 1017 ആയതുകൊണ്ട് തന്നെ ശിഷ്ടം വരും. ഇനി 5 വരുമോടാ? 5 ഫീറ്റ് ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 5 ഫീറ്റുള്ള ടൈലിട്ട് അവിടെ 1015 ഫീറ്റ് വരെ ഇടാൻ പറ്റുള്ളൂ. 2 ഫീറ്റ് എന്ത് വരും? ബാക്കി വരും. ആ 2 ഫീറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ടൈൽ മുറിച്ചിടേണ്ടി വരും. അതും പറ്റൂല. അതുകൊണ്ടുള്ള അവസാനത്തെ ഓപ്ഷൻ 3 ഫീറ്റ് മാത്രം. അതാണ് ആൻസർ. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മളെന്ത് പഠിച്ചിട്ടുണ്ട്? ഡിവിസിബിലിറ്റി പഠിച്ചിട്ടുണ്ട്. 1002നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? എല്ലാം കൂടെ കൂട്ടി നോക്കിയേ. എല്ലാ ഡിജിറ്റും കൂട്ടിയാൽ നിങ്ങൾക്ക് 3 കിട്ടും. 3 കൊണ്ട് ഹരിക്കാൻ പറ്റും.
ഓക്കെ, 1017 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? എല്ലാ ഡിജിറ്റും കൂട്ടി നോക്ക്. 7 1 8 1 9. 9 എന്ന് പറഞ്ഞാൽ ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഈ നമ്പർ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതിനെ നിങ്ങൾക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിവിടെ HCF കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട. ഓപ്ഷനിൽ നോക്കി തന്നെ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ശരി, അങ്ങനെ തന്നെയാണോ നിങ്ങൾ കണ്ടുപിടിച്ചതെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം, find the length of greatest possible scale to measure 12.5 meter and 17.5 meter. ഒരു 17.5 മീറ്റർ ഉള്ള ഒരു സ്ഥലമുണ്ട്, അത് ഒരു വലിയൊരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ 12.5 മീറ്റർ ഉള്ള ഒരു ഏരിയ ഉണ്ട്. ഇത് രണ്ടും അളക്കാൻ വേണ്ട ഏറ്റവും വലിയ സ്കെയിലിന്റെ നീളം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ നിങ്ങളോട് HCF കണ്ടുപിടിക്കേണ്ട ഉദാഹരണം, ഓർത്തു വെക്കേണ്ട ഉദാഹരണം എന്താന്ന് പറഞ്ഞിരുന്നു. ആ ഉദാഹരണം ഇത് തന്നെയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ HCF കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇതെന്താണെന്ന് മനസ്സിലാവാത്ത ആൾക്കാർ ഓടിപ്പോയി കഴിഞ്ഞ വീഡിയോ കണ്ടോളുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സമയമെടുത്ത് 40 മിനിറ്റ് എടുത്ത് പറയുന്നുണ്ട്. ഇനിയും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം പഠിച്ച കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. 2 നമ്പറിൻ്റെ HCF കണ്ടുപിടിക്കാനാണ്. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഓരോന്ന് വെച്ചിട്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നേരത്തെ ചെയ്ത പോലെ അതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണെന്ന് നോക്കിയാൽ മതി. HCF എന്താ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? 12 ഈ 17.5നെയും 12.5നെയും ഹരിക്കാൻ പറ്റണം, ശിഷ്ടം ഉണ്ടാവാൻ പാടില്ല. അത് കോമൺ ഫാക്ടർ. അങ്ങനത്തെ ഹയസ്റ്റ് വാല്യൂ അത് ഇതിൽ ആരാ നോക്കിയാൽ പോരെ? നിങ്ങൾ വലിയ നമ്പർ എടുക്കുക. ഇവിടെ വലുതാരാ? 12.5. ഇതിനെ ഇതുകൊണ്ടൊക്കെ ഹരിച്ചു നോക്കുക. പറ്റുന്നുണ്ടോ? ശിഷ്ടം വരാതിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ ഉത്തരം. ഇനി അത് ഉത്തരം അല്ലെങ്കിൽ പിന്നെ വലിയ ആളാരാ? 5 കൊണ്ട് ഹരിച്ചു നോക്കുക. അവിടെ ശിഷ്ടം വരുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ആൻസർ 5 അത് കഴിഞ്ഞാൽ വലിയ ആളാരാ? 2.5 ഓരോന്നെടുത്ത് ഹരിച്ചു നോക്കിയാൽ മതി. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. HCF എന്താണെന്ന് ഇപ്പോഴും ഡൗട്ടുള്ള ആൾക്കാർ പഴയ വീഡിയോ പോയി കാണാം. ഇനി അഥവാ നിങ്ങൾക്ക് പഴയ വീഡിയോയിലും കുറച്ച് സ്പീഡിലാണ് പറയുന്നത്, അതും നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, നിങ്ങൾക്ക് ബേസിലൊക്കെ ഇച്ചിരി പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ ഒരു നമ്പർ തരാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറയുന്നത് സമയമുള്ള വീട്ടിലിരിക്കുന്ന RPF എക്സാമിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരോടാണ്. നിങ്ങൾ വൃത്തിയായിട്ടിരുന്ന് പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം 2 മണിക്കൂർ 3 മണിക്കൂർ ക്ലാസ്സുകൾക്ക് വേണ്ടി മാറ്റി വെക്കണം. 2 മണിക്കൂറൊക്കെ ക്ലാസ്സിന് മാറ്റി വെക്കാൻ പറ്റുന്ന ആൾ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. 8075 പിന്നെ എത്രയായിരുന്നു? 3676. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഒരു കോഴ്സ് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് തരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അരമണിക്കൂർ ക്ലാസ് ഒക്കെയാണ്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഥവാ കോഴ്സ് എടുക്കാനൊന്നും താല്പര്യമില്ല, അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യുക. പക്ഷേ നിങ്ങൾ എക്സ്ട്രാ വർക്ക് ചെയ്യണം. കഴിഞ്ഞ വീഡിയോ ഒക്കെ തറവായിട്ട് ഉണ്ടാവണം. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, വിച്ച് ഇസ് ദ ലാർജസ്റ്റ്. സെയിം ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ അതേ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്യുക. നിങ്ങളാണ് വർക്ക് ചെയ്യേണ്ടത്. ഞാൻ ചെയ്തിട്ട് എൻ്റെ സ്കില്ല് കൂടിയതുകൊണ്ട് കാര്യമില്ല. ആരുടെ സ്കില്ല് കൂടണം? നിങ്ങളുടെ സ്കില്ല് കൂടണം. അതുകൊണ്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ആൻസർ എത്രയാണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, ശരി. അഥവാ ഞാൻ ചിലപ്പം ഓപ്ഷനൊക്കെ ഇടുമ്പം മറന്നുപോയിട്ടുണ്ടാവും. ഓപ്ഷനൊക്കെ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിക്കോളാം എൻ്റെ ഓപ്ഷൻ തെറ്റിയെന്ന്. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ, കൺസെപ്റ്റ് പഠിക്കാം. ശ്രദ്ധിച്ചോ. ഒരു പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ്. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. എടാ, HCF എന്താണെന്ന് ഞാൻ പറഞ്ഞത്? നമ്മളെ സ്കെയിലല്ലേ, അളക്കാൻ പറ്റിയ ഏറ്റവും വലിയ സ്കെയിലിനാണ് HCF നമ്മൾ ഒരു കോഡ് പോലെ പഠിച്ചു വെച്ചത്. ഇനി അത് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയതാണ്. HCF വേറൊരു സാധനം കൂടെയാണ്. അതായത് നിങ്ങളോട് 24:16 റേഷ്യോ എടുക്കാൻ പറയില്ലേ? 2 നമ്പറിൻ്റെ റേഷ്യോ എടുക്കാൻ പറയില്ലേ? ഇപ്പം ഇങ്ങനെ പറയും, എൻ്റെ പ്രായത്തിനെക്കാട്ടും ഇരട്ടിയാണ് നിങ്ങളെ പ്രായം. അതായത് എൻ്റെ പ്രായം 1 ആണെങ്കിൽ നിങ്ങളെ പ്രായം 2 ആണ്. 1:2 റേഷ്യോ. അതുപോലെ നമുക്ക് നമ്പറുകളെ ഏറ്റവും ചെറിയ റേഷ്യോ ആക്കി മാറ്റാൻ പറ്റുമല്ലോ. ഇതേ ഇവിടെ ഈ ഒരു റേഷ്യോ പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. ആരെ കട്ട് ചെയ്ത് കളയാം? 8നെ കട്ട് ചെയ്ത് കളയാം. 24 3 8, 16 2 8. അപ്പോൾ 24:16 എന്ന് പറഞ്ഞാൽ 3:2 റേഷ്യോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് റേഷ്യോ നമ്മൾ പഠിക്കാനുള്ളതാണ്, വരുന്ന ടോപ്പിക്കാണ്. ഇനി അവിടെ നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ ഒരാളില്ലടാ, 8. ആ 8നെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുക? HCF എന്ന് വിളിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന ആരെയാ? HCF-നെ. നമ്മൾ ഇത്രയും കാലം ഇത് ഉത്തരമായിട്ട് കണക്കാക്കി. ശരിക്കും ആ കട്ട് ചെയ്ത് കളയുന്ന ആളെയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതാരാ? HCF ആണ്. ശരി, അപ്പോൾ നിങ്ങളോട് റേഷ്യോ തന്നു 3:2. HCF എന്ന് പറഞ്ഞാൽ 8 ആണെന്ന് തന്നു. 2 നമ്പർ ഉണ്ടായിരുന്നു. ആ 2 നമ്പറിന്റെ റേഷ്യോ 3:2 ആണെന്ന് തന്നു. HCF 8 ആണെന്ന് തന്നു. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചെടുക്കാൻ പറ്റുമോ? എടാ,
ഇവിടെ നിന്ന് 8 കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ 8നെ ഇവിടെ തിരിച്ചു കൊടുക്ക്. ഇവിടെ നിന്ന് 8നെ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നല്ലോ, ആ 8നെ ഇവിടെ തിരിച്ചു കൊടുക്ക്. അപ്പം നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഈ നമ്പർ 24 ആയിരുന്നു, ഈ നമ്പർ 16 ആയിരുന്നു. അതിനെ റേഷ്യോ എടുത്തപ്പോഴാണ് 8 കട്ടായി പോയത്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. രണ്ട് നമ്പറിൻ്റെ റേഷ്യോ A:B അതുപോലെ തന്നെ അവരുടെ HCF എച്ചുമാണെങ്കിൽ ആദ്യത്തെ നമ്പർ ഇവിടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ A:H ആണ്, സെക്കൻഡ് നമ്പർ B:H ആണ്. ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റണം. എന്താ പറയുന്നത്? രണ്ട് നമ്പറിൻ്റെ റേഷ്യോ 7:9 ആണ്, അതിൻ്റെ HCF 3 ആണ്. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ. എടാ ഇതാരാ? 7 × 3 അല്ലേ? ഇതാരാ? 9 × 3 അല്ലേ? ഇതിലാരാ വരുന്നത്? 9 × 3 9 × 3 27 ആൻസർ വരും. നമ്മളെ ആൻസർ നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഓക്കെ, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു കൺസെപ്റ്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. റേഷ്യോ ഓഫ് 3 numbers is 3:4:5 and their HCF is 4. Find the sum of the numbers. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാ ചോദ്യം? 3 നമ്പറിന്റെ റേഷ്യോ 3:4:5 ആണ്. 3:4:5 ആണ്. ഫൈൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ്. ഈ നമ്പറിന്റെ സം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആദ്യത്തെ നമ്പർ ആരാ? 3 × 4. അടുത്ത നമ്പർ ആരാ? 4 × 4. അടുത്ത നമ്പർ ആരാ? 5 × 4. എന്താ ഞാൻ ചെയ്തത്? ഈ നമ്പറിന്റെ സ്ഥാനത്ത് വേറെ ഏതോ ഒരു നമ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഇത് 4 കട്ട് ചെയ്ത് കളഞ്ഞത്. 4 കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴാണ് 3 കിട്ടിയത്. ഓക്കെ, അപ്പോൾ ആ നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 3 × 4 ചെയ്താൽ മതി. റെഡി. അപ്പോൾ അങ്ങനെ നമ്മൾ 3 നമ്പർ കണ്ടുപിടിച്ചു. ഏതൊക്കെയാ? ഇവിടെ വരുമ്പോൾ അത് 12 വരും, ഇവിടെ വരുമ്പോൾ 16 വരും, ഇവിടെ വരുമ്പോൾ 20 വരും. ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമേ. പക്ഷെ നമുക്ക് അങ്ങനെ ഉത്തരം കിട്ടണ്ട, അത് കുറച്ച് ലെങ്തിയാണ്. നിങ്ങൾ അതാ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെത്തേഡ് മാറ്റിക്കൊള്ളുക. എടാ ഇവിടെ 3 4 ഉണ്ട്, ഇവിടെ 4 4 ഉണ്ട്, ഇവിടെ 5 4 ഉണ്ട്. ടോട്ടൽ എത്ര 4 ഉണ്ട്? ഇതെല്ലാം കൂടെ അല്ലേ നിങ്ങൾ കൂട്ടേണ്ടത്? കൂട്ടിയേ. 3 4 4 4 7 4 7 4 5 4 12 4 12 4 48. ഡയറക്റ്റ് ആൻസർ ആണ്. ഇത് നിങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യണം. എടാ ഈ നമ്പറുകളുടെ സമ്മല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ഉണ്ടായിരുന്ന പഴയ നമ്പർ പ്ലസ് ഇവിടെ ഉണ്ടായിരുന്ന പഴയ നമ്പർ പ്ലസ് ഇവിടെ ഉണ്ടായിരുന്ന പഴയ നമ്പർ, അതെല്ലാം കൂടെയാണ് കൂട്ടേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യാം? ഈ 3 റേഷ്യോ കൂടെ കൂട്ടുക. 3 4 7 5 12 12 എഴുതി ഇൻറ്റു HCF എത്രയാ? 4. 12 × 4 48. അപ്പം നമ്പറുകളുടെ സമ്പ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ റേഷ്യോന്റെ സം എടുക്കുക, എന്നിട്ട് HCF കൊണ്ട് ഗുണിക്കുക. ഇതാ A:B:C ആണ് 3 നമ്പറിന്റെ റേഷ്യോ. അവർ HCF = H ആണ്. HCF H ആണ്. അങ്ങനെയാണെങ്കിൽ 3 നമ്പറിന്റെ സം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ A+B+C × H ചെയ്താൽ മതി. അവിടെ അല്ലാതെ ഓരോ നമ്പറും കണ്ടുപിടിച്ച് അത് കൂട്ടിയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ട, സമയമെടുക്കും. റെഡി. അടുത്ത ചോദ്യം. ചെറിയൊരു കാര്യം പറയാനുണ്ട്, എന്നിട്ട് പറയാം. വളരെ ചെറിയ കേസാണ്. ഇതാ ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താ? റേഷ്യോ ഉണ്ട്. രണ്ട് നമ്പറുകൾ തമ്മിലുള്ള റേഷ്യോ A:B ആണെന്ന് തന്നു. എന്നിട്ട് ആ നമ്പറിന്റെ HCF H ആണെന്ന് തന്നു. അപ്പൊ ആദ്യത്തെ നമ്പർ ആരാ? AH. രണ്ടാമത്തെ നമ്പർ ആരാ? BH ആണല്ലോ. നമ്മൾ LCM കണ്ടുപിടിച്ച ഓർമ്മയുണ്ടോ? ഫാക്ടറൈസേഷൻ മെത്തേഡിൽ അത് വെച്ച് നിങ്ങൾ LCM കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ABH എന്ന് കിട്ടും. ABH. ഓക്കെ, അപ്പോൾ റേഷ്യോയും HCF തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്പറുകളുടെ LCM കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? A:B:H ചെയ്താൽ മതി. A:B:H ഡയറക്റ്റ് ആണ്. അപ്പോൾ എന്തൊക്കെ ഓർക്കണം? റേഷ്യോ തന്നു, HCF തന്നു, അതെല്ലാം കൂടെ ഗുണിച്ചാൽ നിങ്ങൾക്ക് LCM ആയി, ഉത്തരവായി. അപ്പോൾ ചോദ്യത്തിൽ റേഷ്യോ ആൻഡ് HCF ഉണ്ടെങ്കിൽ LCM നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി, എല്ലാം കൂടെ അങ്ങ് കൂട്ടി ഗുണിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ LCM ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ LCM എന്താ എപ്പോഴും ഓർത്തോളാം? ABH. AB ആരാ? Aയും Bയും റേഷ്യോ. H ആരാ? HCF അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അല്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ പറയുന്ന ഉസാഗയാണോ ഉസാഗു ആണോ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. റെഡി. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ആൻസർ നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. LCM കണ്ടുപിടിക്കണം. ഡിറ്റർമിൻ ദ LCM. ആരുടെയാ? രണ്ട് നമ്പറിന്റെ. ആ രണ്ട് നമ്പർ ആരൊക്കെയായിരുന്നു? 14:19 ആണ് അവരെ റേഷ്യോ ഉള്ളത്. പിന്നെയോ ആ നമ്പറുകളുടെ HCF 9 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആൻസർ വരുമ്പോൾ LCM = എല്ലാം കൂടെ ഗുണിച്ചാൽ മതി. 14 × 19 × 9. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. പക്ഷേ ഈ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുക? ഇത്രയും വലിയ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. നിങ്ങൾ ഇത്രയും ഓർക്കടാ. 4 × 9 എത്രയാ? 36. അതായത് 6ലാണ്. ഇവ രണ്ടുപേരെയും ഗുണിച്ചാൽ നിങ്ങൾക്ക് 6 ലാസ്റ്റ് ഡിജിറ്റ് കിട്ടുക.
അതിനെ നിങ്ങൾ വീണ്ടും 9 ഗുണിക്കുക. 9 × 6 എത്രയാ? 54. അപ്പം നമ്മൾ ഉത്തരത്തിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. അങ്ങനെ 4 ലാസ്റ്റ് ഡിജിറ്റ് വരുന്ന ഏത് ഓപ്ഷനാണ് ഉള്ളത്? ഈ ഓപ്ഷൻ മാത്രമാണ് ഉള്ളത്. അതാണ് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ LCM അങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നിങ്ങൾ ഓർത്തോളുക. ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം, പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. 2 നമ്പർ ഉണ്ട്, N1 N2. ഫസ്റ്റ് നമ്പർ N1 ആണ്, അടുത്ത നമ്പർ N2 ആണ്. ഇവരുടെ 2 പേരുടെയും LCM കിട്ടി, HCF കിട്ടി. നിങ്ങൾക്ക് 2 നമ്പർ തന്ന LCM HCF കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഞാൻ ചുമ്മാ പരീക്ഷണം നടത്തി നോക്കി. N1 എന്ന് പറഞ്ഞാൽ AH ആയിക്കോട്ടെ. AH എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു അല്ല, വേണ്ട, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, നിങ്ങൾ അത്രയൊന്നും പോകണ്ട, നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ ഞാൻ ചെയ്തു, എനിക്കൊരു ഉത്തരം കിട്ടി. ആ ഉത്തരം ആരോട് ഈക്വലാ? ആ 2 നമ്പറിന്റെ LCM HCF കുടിക്കുന്ന അതിന് തുല്യമാണ്. ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. 16 എന്ന് പറഞ്ഞ 16 ആണോ? അല്ല, 18 എന്ന് പറഞ്ഞ നമ്പറും 8 എന്ന് പറഞ്ഞ നമ്പറും 2 നമ്പർ ഉണ്ട്. ഈ 2 നമ്പറും ഗുണിച്ചാൽ നിങ്ങൾക്ക് 144 എന്ന് കിട്ടും. എടാ 18ന്റെ 8ന്റെയും LCM എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 72 കിട്ടുക. എത്രയാ? 18ന്റെ 8ന്റെ LCM 72. അതിന്റെ HCF എടുത്താൽ 2 എന്ന് കിട്ടും. അത് ഗുണിച്ചാൽ നിങ്ങൾക്ക് 144 കിട്ടും. മനസ്സിലായോ? അപ്പൊ LCM × HCF ചെയ്ത 2 നമ്പറിനും ഈക്വൽ ആണ്. 2 നമ്പറുകൾ ഗുണിക്കുന്നതും ആ 2 നമ്പറുകളുടെ LCM HCF ഗുണിക്കുന്നതും നിങ്ങൾക്ക് സെയിം ഉത്തരം തരും. അപ്പോൾ ഇത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക, സ്വർണ്ണ ലിപികളിൽ എഴുതി വെച്ചോളൂ. എന്തായാലും ചോദിക്കുന്ന, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ ചോദ്യം വരുന്നത് നമുക്ക് നോക്കാം. ഈ ചോദ്യം തന്നെയാണോ? ഓക്കെ, ഇതാ ചോദ്യം ഇതാണ്. ദ LCM ഓഫ് 2 numbers is 4104 and their HCF is 9. HCF is 9. If one of the number is 117, find the other number. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? LCM × HCF, LCM-ഉം HCF-ഉം ഗുണിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ 117, സെക്കൻഡ് നമ്പർ നമുക്ക് അറിയില്ല. സെക്കൻഡ് നമ്പർ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ സെക്കൻഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ടാമത്തെ നമ്പർ N2 ഈക്വൽ ടു 4104 × 9 ഡിവൈഡഡ് ബൈ 117 എന്ന് വരും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യണം. ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ കാൽക്കുലേറ്റീവ് ആണ്. നിങ്ങൾക്ക് സ്കില്ല് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്തോളാം. എന്താ ചെയ്യേണ്ടത്? 9ഉം 117ഉം കട്ട് ചെയ്യാൻ പറ്റും. എത്ര 9 117? 13 9 ആണ് 117. അപ്പോൾ 4104 ഡിവൈഡഡ് ബൈ 13. 4104 ഡിവൈഡഡ് ബൈ 13. 3 13 39. ഇഷ്ടം 2. 20ൽ ഒരു 13 ബാക്കി 7. 31ൽ നോക്കാം, ബാക്കി 7. 74ൽ എത്ര 13 ഉണ്ടാ? 74ൽ 117 അല്ല അല്ലേ? സോറി കേട്ടോ, സോറി. നമ്മളെടുത്ത നമ്പർ തെറ്റിപ്പോയി. 117 അല്ല അടിയിൽ വരേണ്ടത്, 171 ആണ്. ചെറിയൊരു മിസ്റ്റേക്ക്. ഇപ്പം ശരിയാക്കി തരാം. 117 അല്ല, 171. എൻ്റെ നമ്പർ മാറിപ്പോയതാ കേട്ടോ. 171 ഇവിടെ വരുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 171. 171 എന്ന് പറയുമ്പോൾ ഇതും 9ഉം 171 പോയാൽ എത്ര വരും? 19 എന്നാണ് വരിക കേട്ടോ. 19 × 9 ആണ് 171. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹരിക്കുമ്പോൾ 4104 ഹരിക്കണം 19 ചെയ്യണം. കണ്ടോ, ഇങ്ങനെയൊക്കെ മിസ്റ്റേക്ക് വരാം. ഇതാണ് പ്രശ്നം. എക്സാം ഹാളിൽ മിസ്റ്റേക്ക് വന്ന സമയം പോയില്ലേ? പറഞ്ഞോ. 41, 2 19 38, ബാക്കി 2. 20ൽ ഒരു 19 21 തുടങ്ങുന്ന എല്ലാം അങ്ങനെ ഉണ്ട് അല്ലേ? ഓക്കെ, ബാക്കി 1. ചേട്ടാ 38 20 19 ബാക്കി 1. വീണ്ടും 38 3 30 30ൽ ഒരു 19 ബാക്കി 11. 114ൽ 6 216. ആൻസർ 216. ഹരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ശരി, ഉറക്കത്തിലൊക്കെ നിങ്ങൾ ഹരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അതുകൊണ്ട് ഉറക്കം നിങ്ങളേതാ വൃത്തിയായിട്ട് ചെയ്തോളാം. ശരി, ഓക്കെ. അടുത്ത ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. LCM and HCF of 2 numbers are 917 and 1. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. പെട്ടോ? എന്താ പറയുന്നത്? 2 നമ്പറുകളുണ്ട്. ആ 2 നമ്പറുകളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം.
ഓക്കെ, എന്താ തന്നിട്ടുള്ളത്? LCM 9017 ആണ്, HCF 1 ആണ്. ഓക്കെ, എന്തെങ്കിലും ചെയ്യാനുണ്ടോടാ? എന്ത് ചെയ്താൽ മതി? പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ആരാന്നാ പറയുന്നത്? ഇതാരാ നമ്മൾ പഠിച്ചു? LCM ഇൻറ്റു HCF ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക് ആൻസർ? 917. 917 തന്നെയല്ലേ? അതെ, 917 ഇൻറ്റു 1 ഈക്വൽ ടു 917 തന്നെ ആൻസർ വരും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർക്കുക. പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് LCM ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് HCF. ഇവർ രണ്ടുപേരെയും ഗുണിച്ചാൽ നിങ്ങൾക്ക് ഇവർ രണ്ടുപേരെയും കിട്ടും. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നിങ്ങൾ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിക്കണം, മിസ്റ്റേക്സ് വരുത്താതെ ശ്രദ്ധിക്കണം. പിന്നെന്താ പറയാനുള്ളത്? കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കൃത്യമായിട്ട് ചെയ്യുക. ഫോളോ ചെയ്യുന്ന ആളുകളുടെ എണ്ണം, അതായത് ആൾക്കാർ മഴക്കാലം ആയതുകൊണ്ട് മടി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ മടിയൊക്കെ ഒഴിവാക്കുക, വൃത്തിയായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലെവൽ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു മെത്തേഡ് ഓക്കെ അല്ല, ബെറ്റർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി പറയുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ലൈവുകളിലേക്ക് വേണമെങ്കിൽ കടക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ പറയുന്നത് എനിക്ക് ഓൺ ദ സ്പോട്ടിൽ മനസ്സിലാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ആൻസറൊക്കെ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. GK റീസണിങ് മറന്നു പോകാതെ പഠിച്ചോളാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു തവണ കൂടെ ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കോഴ്സ് എടുക്കുന്ന ആൾക്കാർ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.